നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിൽ. പള്ളികളിലും മൈതാനങ്ങളിലും നടന്ന ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത വിശ്വാസികൾ. ആശംസകൾ അറിയിച്ചു ഭരണാധികാരികൾ. ഒമാനിലും കേരളത്തിലും പെരുന്നാൾ നാളെ. എമ്പുരാൻ സിനിമയിലെ വിവാദ ദൃശ്യങ്ങൾ ഒഴിവാക്കി. പുതിയ പതിപ്പ് നാളെ തിയേറ്ററുകളിലെത്തും. ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. ഭീകരതയെ വെള്ളപൂശുന്നുവെന്നും സിനിമയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും RSS മുഖപത്രം. സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഒമാൻ സൗദി അതിർത്തിയിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഉംറയ്ക്ക് പുറപ്പെട്ട സംഘം. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് കണ്ണൂർ സ്വദേശികൾ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം 50ാം ദിവസത്തിലേക്ക്. നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കും. ആശമാർക്ക് ഓണറേറിയം കൂട്ടാൻ കോൺഗ്രസ് സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് KPCCയുടെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് സർക്കാർ. ലഹരി വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും സാമൂഹിക ഇടപെടൽ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയടക്കമുള്ള മാധ്യമങ്ങളിലെ സഭ്യേതര സംഭാഷണങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്തണമെന്നും മുഖ്യമന്ത്രി. സർക്കാർ ഉടൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. ഒരു മാസം നീണ്ട റമദാൻ നോമ്പുകാലത്തിന് ശേഷം ഒമാൻ ഒഴികെ ഗൾഫിലെമ്പാടും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ. പള്ളികളിലും മൈതാനങ്ങളിലും നടന്ന ഈദ്ഗാഹുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ ഇത്തവണ മലയാളത്തിലുള്ള ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. പ്രമുഖ പണ്ഡിതനും ഷാർജ അൽ ഗുവൈർ മസ്ജിദ് ഖദീബുമായ മൗലവി ഹുസൈൻ കക്കാട് ദുബായിൽ മലയാളികൾക്കായി മതകാര്യ വകുപ്പ് അനുവദിച്ച ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം ഒരു മാനുഷികമായൊരു വിഷയമാണ്. പ്രാദേശിക കൂട്ടായ്മകൾ എല്ലാവരും എല്ലാ രാജ്യത്തും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ മതമോ ജാതിയോ വർഗമൊന്നും ഇതിനില്ല. ഖിസൈസിയിലെ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ദുബായ് അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിലെ മലയാളം ഈദ്ഗാഹിന് മൗലവി അബ്ദുൽ സലാം മോങ്ങം നേതൃത്വം നൽകി. അജ്മാനിലെ ഹാബിറ്ററ്റ് സ്കൂൾ മൈതാനിയിലെ ഈദ്ഗാഹിന് ഔക്കാഫ് ഇമാം ജുനൈദ് ഇബ്രാഹിം നേതൃത്വം നൽകി. ഇതാദ്യമായാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹ് അജ്മാനിൽ സംഘടിപ്പിക്കുന്നത്. ഇക്കുറി UAEയിൽ മലയാളത്തിലുള്ള 4 ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നു. നമസ്കാരത്തിനു ശേഷം പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിട്ട് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്നു. UAEയിൽ ചെറിയ പെരുന്നാളിന് 4 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാനിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. അമൃത ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിലും ഈദുൽ ഫിത്തർ ആഘോഷ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. 15,948 മസ്ജിദുകളിലും 3,939 ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഒരു മാസം നീണ്ട ഉപാസനയിലൂടെയും രാത്രി നമസ്കാരത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ദൈവീക പ്രതിഫലവും പുണ്യവും ആർജിച്ച് സ്ഫുടം ചെയ്തെടുത്ത ആത്മവിശുദ്ധിയുടെയും ചൈതന്യത്തിന്റെയും നിറവിൽ ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്നാണ് ഇന്ന് ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് സൗദി റോയൽ കോർട്ട് പ്രഖ്യാപിച്ചത്. സൗദിയിലെ 15,948 മസ്ജിദുകളിലും 3,939 ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. പുത്തൻ ഉടയാടകൾ അണിഞ്ഞും സുഗന്ധം പൂശിയും പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അടക്കം ആബാലവൃദ്ധം വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്കും മസ്ജിദുകളിലേക്കും ഒഴുകിയെത്തി. വിശ്വാസികൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് ഈദ് ആശംസകൾ കൈമാറുകയും ചെയ്തു. വീടുകളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഈ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. സൗദിയിലെ പ്രധാന പാർക്കുകളിൽ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും കരിമരുന്ന് പ്രയോഗങ്ങളുമുണ്ട്. ഈദ് അവധിക്കാലത്ത് ആളുകൾക്ക് ഒത്തുചേരാനും ആഘോഷിക്കാനുമുള്ള സൗകര്യങ്ങളും പാർക്കുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിലും ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി പുലർച്ചെ തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖർ നേതൃത്വം നൽകി. കേരള ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ 11 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈദ്ഗാഹുകൾ നടന്നത്. പ്രത്യേക പ്രാർത്ഥനകളും നടന്നു.
സൗദിയിലെ വിനോദസഞ്ചാര മേഖലയായ തായിഫിലെ മലയാളികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. മസ്ജിദ് അൽ ബുർജിയിൽ മലയാളത്തിൽ ഖുതബ നിർവഹിച്ചു നടന്ന പ്രാർത്ഥന സൗദിയിലെ മറ്റു ഭാഗങ്ങളിലില്ലാത്ത അനുഗ്രഹമായിട്ടാണ് തായിഫിലെ മലയാളികൾ കാണുന്നത്. ജാലിയത്ത് മലയാളം വിഭാഗം ഷമീർ മോവിയാണ് പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പൗരന്മാർക്കും പ്രവാസികൾക്കും ഈദുൽ ഫിത്തർ ആശംസകൾ അറിയിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ. സ്വദേശികൾക്കും വിദേശികൾക്കും എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ പെരുന്നാൾ അദ്ദേഹം ആശംസിച്ചു. ഈ അവസരത്തിൽ അമീരി ദിവാൻ ഹിസ് ഹൈനസ് അമീർ, ഹിസ് ഹൈനസ് ക്രൗൺ പ്രിൻസ്, ഹിസ് ഹൈനസ് പ്രധാനമന്ത്രി എന്നിവർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. ഹിസ് ഹൈനസ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൻ്റെ ദഗ്ധ നേതൃത്വത്തിൽ കുവൈറ്റിൽ കൂടുതൽ സുരക്ഷയും സമൃദ്ധിയും ആശംസിച്ചുകൊണ്ട് അമീരി ദിവാൻ ആശംസകൾ അറിയിച്ചു. കേരളത്തിൽ മാസപ്പിറവി കണ്ടു. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ നാളെ. ഈദുൽ ഫിത്തറിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. ഒരു മാസം നീണ്ട ത്യാഗനിർഭരമായ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ വിശ്വാസികൾ പെരുന്നാളാഘോഷത്തിന്റെ നിറവിലാണ്. പരിശുദ്ധ റമദാനിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് എല്ലാം നാഥനിൽ അർപ്പിച്ച് സ്ഫുടം ചെയ്തെടുത്ത ശരീരവും മനസ്സുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ഈദ് നമസ്കാരമാണ് പെരുന്നാൾ ദിനത്തിലെ പ്രധാന പ്രാർത്ഥന. ഇതിനായി ആരാധനാലയങ്ങളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ആരും പട്ടിണി കിടക്കരുതെന്ന സന്ദേശം നൽകുന്ന ഫിദർ സക്കാത്തിനു ശേഷമാണ് ആഘോഷം തുടങ്ങുക. പുതുവസ്ത്രമിട്ടും മൈലാഞ്ചി അണിഞ്ഞും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ പെരുന്നാൾ കളറാകും. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനു ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ച് സ്നേഹം ഊട്ടിയുറപ്പിക്കാനും വിശ്വാസികൾ സമയം കണ്ടെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. ഒമാൻ സൗദി അതിർത്തിയിൽ ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി സംഘത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ട് 3 മരണം. കോഴിക്കോട് കാപ്പാട് സ്വദേശികളും കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. കോഴിക്കോട് പയ്യോളി സ്വദേശി ഷിഹാബിൻ്റെ ഭാര്യ സഹ്ല, മകൾ ആലിയ, കണ്ണൂർ മമ്പറം സ്വദേശി മിസബ് ഹഫീന ദമ്പതികളുടെ മകൻ ദഗ്വാൻ എന്നിവരാണ് മരിച്ചത്. ജീവകാരുണ്യ രംഗത്ത് റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് അർബുദബാധിതരായ നിർധരരായ 200 പേർക്കായി 20 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട 200 ക്യാൻസർ രോഗികൾക്കാണ് മൈത്രി കാരുണ്യഹസ്തം എന്ന പദ്ധതിയിലൂടെ 10,000 രൂപ വീതം നൽകുന്നത്. അതിനുവേണ്ട അപേക്ഷാ ഫോം ലഭ്യമാകുന്നത് ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഏപ്രിൽ 7 വരെയാണ്. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തുള്ള മൈത്രി ഓഫീസിൽ നിന്നും അപേക്ഷാ ഫോം ലഭ്യമാണ്. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദപ്രകടനവുമായി മോഹൻലാൽ വിവാദരംഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയുടെ ടീം അംഗങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും മോഹൻലാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. മോഹൻലാലിൻ്റെ കുറിപ്പ് പൃഥ്വിരാജാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പ്രദർശനം തുടരുന്ന എമ്പുരാൻ സിനിമയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടൻ മോഹൻലാൽ തന്നെ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയത്. തന്നെ സ്നേഹിക്കുന്ന കുറെ പേരിൽ ചിത്രം വളരെയധികം മനോവിഷമമുണ്ടാക്കിയതായി അറിഞ്ഞു. തൻ്റെ ഒരു സിനിമയും ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല എന്നും എമ്പുരാനിലെ ചില രംഗങ്ങൾ സാമൂഹ്യവും രാഷ്ട്രീയവുമായി ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതായും മോഹൻലാൽ അറിയിച്ചു. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ലെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ വരികൾ. അതേസമയം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. റിലീസിന്റെ ആദ്യ 2 ദിനങ്ങളിൽ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് ഇപ്പോൾ ഈ വെട്ടിമാറ്റിയ ഭാഗം മാറ്റിക്കൊണ്ട് നാളെ തന്നെ ഈ എമ്പുരാൻ തിയേറ്ററിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഈ ക്ഷമ ചോദിച്ചതിന് ശേഷം ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, ഇനി നാളെ മുതൽ വെട്ടിമാറ്റിയ എമ്പുരാനെയാകും കാണാൻ കഴിയുക. എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ കാണികളെ ആവേശത്തിലാഴ്ത്തി എമ്പുരാൻ സിനിമ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്ന് പല കോണുകളിൽ നിന്നും വിദ്വേഷ പ്രചാരണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമ റീഎഡിറ്റ് ചെയ്ത് പുതിയ പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന വാർത്തകൾ വന്നത്. അതിനുശേഷം തിയേറ്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്തായാലും ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള
ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമയിൽ പരാമർശമുണ്ടെന്നും ആ ഭാഗങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നും ആണ് രൂക്ഷ വിമർശനവുമായി ചില സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നത്. എന്തായാലും വ്യാഴാഴ്ചയോടെ ഇത്തരത്തിൽ റീഎഡിറ്റ് ചെയ്ത് 17 ഭാഗങ്ങളോളം റീഎഡിറ്റ് ചെയ്ത് സിനിമ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുക റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ്. സിനിമയുടെ 3 മിനിറ്റോളം വരുന്ന ഭാഗമാണ് വെട്ടുമാറ്റിയത്. ഇത്തരത്തിൽ എത്രയും വേഗം റീഎഡിറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം സെൻസർ ബോർഡ് തന്നെ നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവധി ദിവസമായിരുന്നിട്ട് കൂടി റീഎഡിറ്റിന് അനുമതി നൽകാനായി സെൻസർ ബോർഡ് യോഗം ചേർന്നു. എന്തായാലും നാളെ മുതൽ റീഎഡിറ്റ് ചെയ്ത എമ്പുരാൻ സിനിമയായിരിക്കും തിയേറ്ററുകളിൽ കാണികളെ കാത്തിരിക്കുന്നത്. ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമയിലെ വിവാദ ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ പതിപ്പ് നാളെ തിയേറ്ററുകളിലെത്തും. 3 മിനിറ്റാണ് വെട്ടിമാറ്റിയത്. എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കലാകാരന്മാരെ നീചമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങളെ പ്രതിപക്ഷ നേതാവും അപലപിച്ചു. അതേസമയം ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമ കാണില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഇന്നലെ കുടുംബസമേതം തിയേറ്ററിലെത്തി സിനിമ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് പ്രഖ്യാപിച്ചതാണ്. പിന്നാലെ സിനിമയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങളെ അപലപിച്ച മുഖ്യമന്ത്രി അണിയറ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഇന്ന് ഫേസ്ബുക്കിലും കുറിച്ചു. സമ്മർദ്ദത്തിലാക്കി സിനിമയെ വെട്ടിത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിച്ച് കലാകാരനെയും സൃഷ്ടിയെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള നീക്കം നടക്കുന്നു. ഇതിനെതിരെ നാടൊന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഭീഷണിപ്പെടുത്തി സിനിമയെ തിരുത്തിക്കുന്നത് വിജയമല്ല, ഭീരുത്വമാണെന്നും പ്രതിപക്ഷ നേതാവും ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സിനിമ കാണില്ലെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇന്നത്തെ പ്രതികരണം. സിനിമ ഇറങ്ങിയ ദിവസം തന്നെ എമ്പുരാൻ കാണുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സിനിമ കാണില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം സിനിമയ്ക്കെതിരെ ആക്രമണം കടുക്കുന്നതിനിടെ വെട്ടിത്തിരുത്തലുകൾക്ക് മുന്നേ എമ്പുരാൻ കാണാനുള്ള തിരക്കിലാണ് പ്രേക്ഷകർ. ബുക്കിംഗ് സൈറ്റുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല. തിയേറ്ററുകളിലും വൻ തിരക്കാണ്. സിനിമയിലെ രംഗങ്ങളിൽ 17 റീഎഡിറ്റിംഗ് നടത്തുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം നടൻ മോഹൻലാലിനെതിരെ വീണ്ടും RSS മുഖപത്രം ഓർഗനൈസർ. മോഹൻലാൽ എമ്പുരാൻ്റെ കഥ മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാനാവില്ല എന്നാണ് ഓർഗനൈസറിലെ വിമർശനം. പൃഥ്വിരാജിൻ്റെ ഹിന്ദുവിരുദ്ധ നിലപാട് നേരത്തെ പ്രകടമാണ്. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. വളച്ചൊടിച്ച ചരിത്രവും തീവ്രവാദത്തെ വെള്ളപൂശലുമാണ് സിനിമയിൽ കാണുന്നത്. ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുന്നതാണ് എമ്പുരാനിൽ കാണുന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകണമെന്ന് നിർദ്ദേശിച്ച KPCC സർക്കുലർ. പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം വേതന വർധന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ KPCC പ്രസിഡന്റാണ് ഈ നിർദ്ദേശം നൽകിയത്. എന്നാൽ തനത് ഫണ്ടിൽ നിന്നുള്ള ധനവിനിയോഗത്തിന് നിയമപരമായി അനുവാദമില്ല എന്നാണ് സർക്കാർ നിലപാട്. നാളെ ആശമാർ സമരപന്തലിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റാനൊരുങ്ങി ആശാവർക്കർമാർ. സമരം 50 ദിവസം തികയുന്ന നാളെ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. ജില്ലകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 50-ൽ പരം ആശമാർ മുടിമുറിക്കും. അനിശ്ചിതകാല നിരാഹാര സമരം 11ാം ദിവസത്തിലെത്തിയിട്ടും ആശമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധനയ്ക്കായി പേരിന് പോലും ഡോക്ടർമാരെ അയക്കാത്ത ആരോഗ്യവകുപ്പിന്റെ നടപടി മനുഷ്യത്വരഹിതമെന്നും സമരസമിതി നേതാക്കൾ. ഇവിടെ കിടക്കുന്ന ആളുകളെ, ഈ നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഈ നിമിഷം വരെ ഒരു സർക്കാർ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ടില്ല. ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് തുനിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകണമെന്ന് ഇതിനിടെ KPCC സർക്കുലർ ഇറക്കി. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുള്ള തീരുമാനമെടുക്കാം. കോൺഗ്രസ് ഭരണത്തിലുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം വേതന വർധനവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KPCCയുടെ ഈ നീക്കം. അതേസമയം KPCCയുടെ പ്രഖ്യാപനം നിയമ പോരാട്ടത്തിന് വഴിവെക്കാനാണ് സാധ്യത. നിയമപരമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിന് കഴിയില്ലെന്നാണ് സർക്കാർ വാദം. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ സർക്കാർ ഓംബുഡ്സ്മാന് കൈമാറും. ഓംബുഡ്സ്മാന്റെ തീരുമാനത്തോട് സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് വരെ നിയമ പോരാട്ടം നീളുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തോട് ദേഷ്യമോ എതിർപ്പോ ഇല്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കുടിശ്ശിക ഇനത്തിൽ 53 കോടി രൂപ നൽകി സമരത്തിന് നേതൃത്വം നൽകുന്നവരുടെ രാഷ്ട്രീയം പറയേണ്ടി വരുമെന്നും അവരുടെ രാഷ്ട്രീയ സമീപനത്തെ എതിർക്കുന്നുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ വിചാരിച്ചതുകൊണ്ട് മാത്രം വേതന വർധനവ് നടപ്പിലാക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാവർക്കർമാർ സമരം തുടങ്ങുമ്പം ഞാനീ പറഞ്ഞ പോലെ ബഡ്ജറ്റിനകത്തുള്ളതിനേക്കാളും ധനം ഞങ്ങൾ അധികം കൊടുത്തു. 53 കോടി രൂപ നമ്മൾ കൊടുത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തരാനുള്ളത് തരുന്നില്ല. നമുക്ക് ഈ പണത്തിൻ്റെ പ്രശ്നമുണ്ട്. ബാക്കി കാര്യങ്ങളിൽ ഞാൻ തന്നെ
കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ യോഗത്തിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയമസഭയിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 12 വർഷമായി സ്കീം വർക്കേഴ്സിൻ്റെ പദ്ധതി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ആ സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് വർധന വരുത്തണം, കേന്ദ്രം വർധന വരുത്തണം, ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെ അവർ സമരം തുടരുന്നു. ഞങ്ങൾ അവരെ വ്യക്തിപരമായിട്ട് തൊഴിലാളികൾ എന്നതിൽ കുറച്ച് പേരുണ്ട്, ആ സമരത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ നയിക്കുന്ന ആളുകൾ ഇതിനെ രാഷ്ട്രീയം വല്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. സംസ്ഥാനത്തെ ലഹരി വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും ഇതിനായി സാമൂഹിക ഇടപെടൽ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ അടക്കമുള്ള മാധ്യമങ്ങളിലെ സഭ്യതര സംഭാഷണങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിൽ സർക്കാർ ഉടൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. സംസ്ഥാനത്തെ ലഹരി വിപത്തിനെതിരെയാണ് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ സർക്കാർ നടപടി കൊണ്ട് മാത്രം കഴിയില്ലെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ സാമൂഹിക ഇടപെടൽ വേണം. പ്രശ്നത്തെ കയ്യും കെട്ടി നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ ലഹരിയിലേക്കും ആയുധങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം കണ്ടെത്തണം. അന്ധവിശ്വാസത്തിൻ്റെയും ഓജോ ബോർഡുകളിലേക്കും വരെ ഈ കുഞ്ഞു മനസ്സുകൾ നീളുന്നു. കുഞ്ഞു മനസ്സിൽ അന്യതാബോധം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കളിക്കാൻ പോലും കുട്ടികൾക്ക് സമയമില്ലാത്ത സാഹചര്യമെന്നും ഇത് മയക്കുമരുന്ന് ഏജന്റുമാർ ഇത് കൈക്കലാക്കുകയുമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിവിധ അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും സിലബസിലും മാറ്റങ്ങൾ ആവശ്യമല്ലേ എന്നും മുഖ്യമന്ത്രി. കുട്ടിയുടെ വരുന്ന ഭാവമാറ്റങ്ങൾ സൂക്ഷ്മമായി തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കണം. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാലോ. അത് നല്ല എക്സസൈസ് ആണല്ലോ. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ലഹരിക്കെതിരായ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ കീഴിലായിരിക്കും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുക. തുടർന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കുവാനാണ് സർക്കാരിന്റെ മുൻപിലുള്ള ഏക പോംവഴി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 2 ഇടങ്ങളിൽ നിന്നായി 1/2 കിലോ MDMA പിടികൂടി. MDMA കൈവശം വെച്ച പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദ്, ആലുവ സ്വദേശി ഷാജി എന്നിവരെ പോലീസ് പിടികൂടി. വ്യാപകമായ വിൽപ്പന നടന്നിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു. പിടിയിലായവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പിടിയിലായ മുഹമ്മദ് നിഷാദിൽ നിന്നും 550 ഗ്രാം MDMAയും ആലുവ സ്വദേശിയായ ഷാജിയിൽ നിന്നും 47 ഗ്രാം MDMAയുമാണ് കണ്ടെത്തിയത്. നിഷാദ് 2 വർഷമായി എറണാകുളം എളമക്കരയിൽ താമസിക്കുകയായിരുന്നു. ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് MDMA കണ്ടെത്തിയത്. ആലുവയിൽ നിന്നും പിടികൂടിയ ഷാജിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് നിഷാദ് കുടുങ്ങുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജോലിയാണ് നിഷാദിന്. ഇയാൾ വ്യാപകമായി ലഹരി വിതരണം നടത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. ഏറെ നാളായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് നിഷാദെന്നും പോലീസ് പറയുന്നു. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ പിടിയിലായ വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജിയെ പിടികൂടിയത്. കൊച്ചിയിൽ വിവിധ ഭാഗങ്ങളിൽ കർശനമായ പരിശോധനയാണ് പോലീസും ഡാൻസഫും നടത്തുന്നത്. പിടികൂടിയവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. വേനൽ ചൂട് കടുത്തതോടെ കടലിലും കായലിലും മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം കടലിൽ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും പതിവാണ്. പെരിയാറിനെയും വേമ്പനാട് കായലിനെയും ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. വേനൽ ചൂടും പ്രളയത്തിനു ശേഷം ജലാശയങ്ങൾ അടിഞ്ഞുകൂടിയ എക്കലും മത്സ്യലഭ്യത വലിയ രീതിയിൽ കുറച്ചു. ഇതിനു പുറമെ വ്യവസായശാലകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങളും കൂടി ഒഴുകിയെത്തിയതോടെ ഉൾനാടൻ മത്സ്യസമ്പത്തിന് ഭീഷണിയായി. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളിൽ പലരും മറ്റു തൊഴിൽ മേഖലകൾ തേടിപ്പോകേണ്ട അവസ്ഥയിലാണിപ്പോൾ. വേമ്പനാട്ട് കായലിലടക്കം മത്സ്യസമ്പത്ത് വലിയ രീതിയിലാണ് കുറവ് വന്നത്. ഇനി ചൂട് കൂടുന്തോറും ഒട്ടും തന്നെ മത്സ്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തായാലും ഈ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു മത്സ്യവർഷമാണ് ശരിക്കും നടക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ ലഭ്യതയിലും വലിയ ഇടിവ് വന്നു. കേരളത്തിൻ്റെ തനതു മത്സ്യമായ ചാളയുടെ വലിപ്പം കുറഞ്ഞതും വിറ്റുവരവിനെ ബാധിച്ചു. ചൂട് കൂടിയതോടെ മത്സ്യങ്ങളെല്ലാം ഉൾക്കടലിലേക്ക് വലിഞ്ഞു. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ആക്കം ഇരട്ടിയായി. കായലിൽ നിന്നും ധാരാളം കിട്ടിയിരുന്ന കരിമീൻ, കൊഴുവ, കോല, വറ്റ, കണമ്പ്, വിവിധതരം ചെമ്മീനുകൾ എന്നിവയിലും വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ വർഷം എൽ നിനോ പ്രഭാവം നമുക്കുണ്ടായി, ഇന്നലെ ഉണ്ടായി, ഇപ്പോൾ ഉണ്ടായി.
കടലിലെ ചൂട് കാറ്റുണ്ടായി. ഈ 3 പ്രഭാവങ്ങളൊന്നു ചേർന്ന് കേരളത്തിലെ മത്തി പ്രത്യക്ഷപ്പെട്ട ഒന്നുപോലും മുഴുത്തില്ല. ഇവിടുത്തെ സ്ഥാപനം CMFRI മത്തിയുടെ കുറഞ്ഞ വലിപ്പം 10 സെൻറ്റിമീറ്റർ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ മത്തിയും 15 സെൻറ്റിമീറ്റർ ആയിട്ടില്ല. 2 വർഷമായിട്ട് മത്തി തകർന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, പക്ഷേ സ്റ്റണ്ടഡ് ഗ്രോത്താണ്. എന്തുകൊണ്ട് സംഭവിക്കുന്ന കാര്യം ഈ സ്ഥാപനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒറത്തൽ, മുത്തരി തുടങ്ങിയ മത്സ്യങ്ങൾ പേരിന് പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. മുൻകാലങ്ങളിൽ കായലിൽ നിന്നും 500 ടൺ കൊഞ്ച് കിട്ടിയിരുന്നത് ഇന്ന് അപൂർവമായി മാത്രമാണ് കിട്ടുന്നത്. ഇതുകൂടാതെ ഒട്ടേറെ മത്സ്യങ്ങൾക്ക് വംശനാശവും സംഭവിച്ചത് പ്രതികൂല സാഹചര്യമായി മാറി. ഒരു തവണ കടലിലിറങ്ങുന്ന മുടക്കുമുതലിൻ്റെ പാതി പോലും ലാഭമായി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. ബോട്ടിറക്കുന്നതിന് ആവശ്യമായ എണ്ണയുടെ തുക പോലും വിറ്റുവരവിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടം വാങ്ങിയും ലോണെടുത്തുമാണ് മത്സ്യത്തൊഴിലാളികൾ തൊഴിലിനിറങ്ങുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കായലുകളിലെയും കടലുകളിലെയും മത്സ്യസമ്പത്തിൽ വൻതോതിൽ കുറവ് വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഉപജീവനമാർഗത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ട ഗതികേടിലാണിവർ. ക്യാമറമാൻ CS ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി ബിസേലിയോസ് ജോസഫ് പ്രഥമൻ സ്ഥാനമേറ്റു. പുത്തൻകുരിശ് പത്രിയർക്ക സെൻട്രൽ മാർ അത്നേഷ്യസ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് മലങ്കരയുടെ വലിയ മെത്രാപ്പോലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെവേറിയൂസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൻ കി ബാത്തിലൂടെ മലയാളത്തിൽ വിഷു ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ ഉത്സവങ്ങൾ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഐക്യം എങ്ങനെ ഇഴചേർന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുന്നോട്ടുള്ള യാത്രയിൽ ഐക്യത്തിൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. हार्दिक शुभेच्छा. हमारे एक साथी ने लिखा है, एल्लावरक्कुम विशु आशंसകൾ. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പെട്ടുപോയവർക്ക് സ്വന്തം സ്വപ്നങ്ങളെ തിരിച്ചുപിടിക്കുവാനുള്ള പ്രചോദനമാകുകയാണ് മായ ശ്രീകുമാർ. മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ അവതാരക 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചിലങ്ക അണിഞ്ഞപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ മനോഹര മാതൃകയായി. കുറ്റിപ്പുറം ഇടപ്പള്ളി റോഡ് 6 വരി പാതയാക്കാൻ 1643.2 കോടി രൂപ 11ാം പദ്ധതിയിൽ മാറ്റിവെച്ചു. ഇതാരാണെന്നറിയാത്ത മലയാളികളുണ്ടാവില്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വാർത്താ അവതാരക മായ ശ്രീകുമാർ. എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന നൃത്തമെന്ന ആ ആഗ്രഹത്തെ 27 വർഷങ്ങൾക്കിപ്പുറം ചിലങ്ക കെട്ടി സഫലീകരിക്കുകയാണ് മായ ശ്രീകുമാർ. ആറാം വയസ്സിലാണ് മായ ശ്രീകുമാർ ആദ്യമായി ചിലങ്കയണിയുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമാണ്. തിരക്കേറിയ മാധ്യമ പ്രവർത്തനവും ജീവിത സാഹചര്യങ്ങളും കാരണം ഇടയ്ക്കെപ്പോഴും നൃത്തത്തോട് വിട പറഞ്ഞു. നീണ്ട കാലത്തിനിപ്പുറം നൃത്തം അവതരിപ്പിച്ച പാൽക്കുളങ്ങര ദേവിക്ക് മുന്നിലാണ് ഇത്തവണയും ചിലങ്ക കിട്ടിയത്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് സ്വപ്നവും എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കാമെന്ന് മായ ശ്രീകുമാർ പറയുന്നു. നമുക്ക് ഒരു കാര്യം വേണം എന്ന് വിചാരിച്ചാൽ, ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. ഒരു പരിധിവരെ അതിൻ്റേതായ പരിമിതികളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒക്കെ കാണുമായിരിക്കും. എങ്കിലും അവർ ഈ പ്രായത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുക. ചിട്ടയായ പഠനവും ആത്മവിശ്വാസവുമാണ് സ്വന്തം സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ മായയ്ക്ക് കരുത്താവുന്നതെന്ന് ഗുരുവും വഴികാട്ടിയുമായ സനിൽകുമാർ പറഞ്ഞു. ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കളിക്കാതിരുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൾ, എപ്പോഴും പ്രാക്ടീസാണ്. എനിക്ക് എന്നെ എപ്പോഴും വിളിച്ചിട്ട് മാഷയെ പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പണ്ടുപോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആൾ. ഇപ്പോൾ ഏതാണ്ട് ഒരു മാർഗത്തോളം ഐറ്റം പഠിച്ച് കച്ചേരി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗുരുവായൂരിൽ കച്ചേരി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ കലാകാരി. സ്വന്തം സ്വപ്നങ്ങളെ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവർക്ക് മായ ശ്രീകുമാർ എന്നും ഒരു പ്രചോദനമാകുമെന്ന് തീർച്ച. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായ 2ാം ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 3 മത്സരങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തുടർച്ചയായ 2ാം തോൽവിയാണിത്. ഡൽഹി ക്യാപിറ്റൽസിനായി 5 വിക്കറ്റ് നേടിയ ആദ്യ വിദേശ ബോളർ എന്ന നേട്ടത്തോടെ മിച്ചൽ സ്റ്റാർക്കാണ് വിജയമൊരുക്കിയത്.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.